പ്രൊഫൈൽ റൈറ്റിംഗ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ എക്സാമിലും നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൊഫൈൽ റൈറ്റിംഗ് എന്നുള്ളത്. എങ്ങനെ ഈ ഒരു പ്രൊഫൈൽ റൈറ്റിംഗ് എഴുതണം? സാധാരണ എഴുതുന്നത് പോലെ എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് സെന്റൻസിനെ അല്ലെങ്കിൽ ആ ഒരു ഹിൻസിനെ പോയിന്റ്സിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ചെറിയ ചെറിയ മിസ്റ്റേക്ക് അതിൽ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്യുക. ഏതൊരു പ്രൊഫൈൽ കിട്ടിയാലും നിങ്ങൾക്കത് നല്ലൊരു അടിപൊളി പ്രൊഫൈലാക്കി മാറ്റാനുള്ള കംപ്ലീറ്റ് ടിപ്സും ട്രിക്കുമാണ് നമ്മൾ വീഡിയോ പറയാൻ പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ഇതുപോലുള്ള ധാരാളം വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ആക്ച്വലി നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ ആ ഒരു പ്രൊഫൈൽ ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഡെമോ കിട്ടും. ഏത് പ്രൊഫൈലിനെയും ക്രാക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് പ്രൊഫൈൽ ഇത്? ആക്ച്വലി നമുക്ക് കോമൺലി നമുക്ക് തരുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? ഒരു പ്രൊഫൈൽ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് തരാറുള്ളത്. നെയിം ഓഫ് എ പേഴ്സൺ ഉണ്ടായിരിക്കും, ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കും, പ്ലേസ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നെയിം ഓഫ് പാരൻസ്. ഇത് എല്ലാത്തിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മിക്ക സംഘത്തിലും കാണാറുണ്ട്, എന്നിരുന്നാലും നെയിം ഓഫ് പാരൻസ് അങ്ങനെ കാണാറില്ല. ആൻഡ് എഡ്യൂക്കേഷൻ ഉണ്ടാവാറുണ്ട്, ബുക്സ്, വർക്ക്സ്, അവാർഡ്സ് ഉണ്ടാവാറുണ്ട്. ഡെത്തും കോമൺലി ഉണ്ടാവാറാണ്. ചിലപ്പോൾ മരിക്കാത്ത ആൾക്കാർക്ക് പിന്നെ ഡെത്ത് ഉണ്ടാവില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ. അതിൽ ഓരോന്നും നമുക്ക് ക്രാക്ക് ചെയ്യാം. ഇങ്ങനത്തെ ഏത് പോയിന്റ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ APJ അബ്ദുൽ കലാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. യെസ്, നെയിം ഓഫ് എ പേഴ്സൺ, ഡോക്ടർ APJ അബ്ദുൽ കലാം. ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ആരുടെ ഈ ഒരു പ്രൊഫൈൽ റൈറ്റിംഗ് ആണ് നമുക്ക് കിട്ടിയത്, അത് ആദ്യം തന്നെ ഹെഡിങ് ആയിട്ട് എഴുതി വെക്കുക. ഹെഡ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ പ്രൊഫൈൽ റൈറ്റിംഗ്. ഉറപ്പാണ്, നമുക്ക് മറക്കൂല ഒരു സാധനം. ആൻഡ് സെക്കൻഡ് വൺ എന്നുള്ളത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അദ്ദേഹം എന്ന് ജനിച്ചു. ഇവിടെ ചെറിയ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവാറുണ്ട്. വാസ് ബോൺ ഓൺ, ഈ റൈറ്റ് സൈഡിൽ മീൻസ് നിങ്ങളുടെ ഏത് സൈഡാണെന്ന് അറിയില്ല, ഇവിടെ ഈ ഒരു റെഡ് കളറിൽ കൊടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കുക. വേണമെങ്കിൽ ഒരു പെന്നോ ഒരു ചെറിയ റഫ് ബുക്ക് എടുത്തിട്ട് എഴുതി വെച്ചോ. വാസ് ബോൺ, അത് വേറെ കളറിലാക്കാം. ഓക്കെ, വാസ് ബോൺ ഓൺ എന്നും പറയും, വാസ് ബോൺ ഇൻ എന്നും പറയാറുണ്ട്. ഇത് എവിടെ യൂസ് ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോൾ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് തന്നിട്ടുള്ളത് ഈ ഒരു ഡേറ്റോട് കൂടി, ഡേറ്റും മന്തോട് കൂടിയിട്ടാണ് തന്നിട്ടുള്ളെങ്കിൽ വി ഹാവ് ടു യൂസ് ഓൺ. അവിടെ എന്ത് യൂസ് ചെയ്യണം? ഓൺ എന്ന് യൂസ് ചെയ്യണം. വാസ് ബോൺ ഓൺ 15 ഒക്ടോബർ 1931 ഇങ്ങനെ യൂസ് ചെയ്യണം. ഇനി നമുക്ക് എന്ത് തന്നിട്ടില്ല? ഇത് തന്നിട്ടില്ല എന്ന് വെക്കാം. ഓക്കെ, ഇത് തന്നിട്ടില്ല, ആ ഒരു ഡേറ്റും മന്തും ഒന്നും തന്നിട്ടില്ല, വർഷം മാത്രമാണ് തന്നിട്ടില്ലെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് എന്ത്? ഇൻ എന്ന് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. നോക്കിക്കോ, എന്താണ്? വാസ് ബോൺ ഇൻ 1931. ഇതാണ് പലപ്പോഴും പലർക്കും മിസ്റ്റേക്ക് പറ്റാറുള്ളത്. ഇതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ആ ഒരു ഡേറ്റും മന്തും തന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? ഓൺ ആയിരിക്കും. ഇല്ല, അത് ഡേറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇത് മാത്രം, വർഷം മാത്രം, ഇയർ മാത്രമാണ് തന്നിട്ടുള്ളതിൽ അവിടെ ഇന്ന് ചേർത്ത് കൊടുക്കുക. മെയിൻ പരിപാടി നമുക്ക് ചെയ്തു നോക്കാം. എൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കോ, ജംഷാദ് വാസ് ബോൺ ഇൻ, ഇവിടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ കൊടുത്താൽ ഓൺ ആണേ. ഓൺ 25th February 1996 ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഡേറ്റ് ആ ഒരു ഇയർ മാത്രമാണെങ്കിൽ ജംഷാദ് വാസ് ബോൺ ഇൻ 1996. ഓക്കെ, റെഡി ആണല്ലോ. ഇത് ഇനി മറന്നു പോകാൻ പാടില്ല. ഇതിലാണ് പലപ്പോഴും മിസ്റ്റേക്ക് പറ്റാറുള്ളത്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, ജനിച്ച സ്ഥലം എവിടെയാണെങ്കിലും നിങ്ങൾ ഇന്ന് വെച്ചങ്ങ് ചെയ്താൽ മതി. ഇന്ന്. ഓക്കെ, ചിലപ്പോൾ ഏതെങ്കിലും 2 സ്ഥലങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ അറ്റും ഇന്നും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ചെറിയ സ്ഥലത്തിന് അറ്റും, വലിയ സ്ഥലത്തിന് ഇന്നൊക്കെ ചെയ്യാറുണ്ട്. ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വഴി ഇന്ന് ചെയ്താൽ മതി. മറ്റേ സ്ഥലത്ത് ഒരു കോമ ഇട്ടാൽ മതി. കാണുന്ന സമയത്ത് ഈസി ആയിട്ട് മനസ്സിലാവും. ഇങ്ങനെയാണ് കൊടുത്തെങ്കിൽ ജംഷാദ്, ഞാൻ ജനിച്ചത് എവിടെയാണ്? കേരളത്തിലാണ്. ആക്ച്വലി കാലിക്കറ്റ് ആണ്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്ത് കൊടുത്താൽ മതി? ഇന്ന് എന്നങ്ങോട്ട് കൊടുത്താൽ മതി. കേരളം മാത്രമാണെങ്കിലും ഇന്ന്. ഇനി കാലിക്കറ്റും കേരള 2 സ്ഥലത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പിന്നെ 2 സ്ഥലമാണെങ്കിൽ, ഇപ്പോൾ പിന്നെ കേരളത്തിൽ തന്നെ തിരുവനന്തപുരം കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം ഇട്ടിട്ട് ഒരു കോമ ഇടുക, എന്നിട്ട് കേരള എന്ന് എഴുതുക. എന്നിട്ട് ഇവിടെ സെയിം ഇന്ന് തന്നെയാണ് വേണ്ടത്. സ്ഥലത്തിൽ ഇന്നാണ്, ജനിച്ച സ്ഥലം ഇന്നായിട്ടാണ് കൊടുക്കേണ്ടത്. ഇനി ഇതുമല്ല, കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ നമ്മൾ പൊതുവെ അറ്റ് യൂസ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ഥലം, അതായത് കറക്റ്റ് നമുക്ക് അവിടെ എത്താൻ പറ്റുന്ന ഇന്ന പോസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇത്ര ഒരു നമ്പറും ഈ ഒരു സ്ട്രീറ്റിന്റെ പേരും അവിടെയാണ് നമ്മൾ എന്താക്കാറുള്ളത്? അറ്റ് ദ കോർണർ ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോസ്റ്റ് ഓഫീസിന്റെ ബാക്കിൽ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എന്താക്കും? അറ്റ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ പൊതുവേ നമ്മൾക്ക് ഈ ഒരു പ്രൊഫൈൽ അറ്റ് യൂസ് ചെയ്യേണ്ട
സിറ്റുവേഷൻ വരാറില്ല ഈ ഒരു പ്ലേസിൽ. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കിയോ. ഡോക്ടർ APJ അബ്ദുൽ കലാം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് ബോൺ ഓൺ. ഇവിടെ ഓൺ എന്ന് കൊടുക്കാൻ കാരണം എന്താണ്, ആ ഒരു ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ രാമേശ്വരം തമിഴ്നാട്, ഒരു കോമയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്താൽ മതി. ഇൻ രാമേശ്വരം തമിഴ്നാട്. ഓക്കെ ആണല്ലോ, ഇതുവരെ സെറ്റ് ആണല്ലോ. ഓക്കെ, റെഡി ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇത് മാത്രമാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ബർത്ത് മാത്രമാണ്, ഈ ഒരു ഇയർ മാത്രമാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, തമിഴ്നാട് മാത്രമാണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് ബോൺ ഇൻ 1931, ഒരു ഇൻ ഇട്ടിട്ട് ഇൻ തമിഴ്നാട്. പ്രോബ്ലം സോൾവ്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം ഡീറ്റെയിൽസ് ഒക്കെ എന്താക്കുക, നമുക്ക് പ്രൊഫൈലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പാരൻസ് ആണ്. ഹിസ് പാരൻസ് ആർ എന്നും ഹിസ് പാരൻസ് വേർ എന്നും പറയാം. അദ്ദേഹത്തിന്റെ പാരൻസ് ആണ് എന്നും അദ്ദേഹത്തിന്റെ പാരൻസ് ആയിരുന്നു എന്ന് പറയാൻ പറ്റും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആറ് എന്നുള്ളത് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, പാരൻസ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ വേർ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അതിനെപ്പറ്റി ഐഡിയ ഇല്ല, അവരുടെ പാരൻസ് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ആറ് തന്നെ യൂസ് ചെയ്യുക. അദ്ദേഹത്തിന്റെ പാരൻസ് ആണ്, മരിച്ചു പോയാലും പാരൻസ് ആണെന്ന് തന്നെ പറയാലോ. ഓക്കെ, അദ്ദേഹത്തിന്റെ പാരൻസ് ആണ്. നോക്കാം, ജൈനുൽ ആബിദീനും ആഷിയമ്മ, അവർ രണ്ടുപേരുടെയും ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട്. അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ പറയേണ്ടത് എങ്ങനെയാണ്, ഹിസ് പാരൻസ് വേർ ജൈനുൽ ആബിദീൻ ആൻഡ് ആഷിയമ്മ. ഏകദേശം അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ മിക്കവാറും നമുക്ക് അങ്ങനെ ഗസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താക്കാം, വേർ യൂസ് ചെയ്യാം. ഹിസ് പാരൻസ് വേർ ജൈനുൽ ആബിദീൻ ആൻഡ് ആഷിയമ്മ. അവരുടെ പാരൻസ് ആയിരുന്നു, ജൈനുൽ ആബിദീനും ആഷിയമ്മയും ആയിരുന്നു. അവിടെ വേർ ആണ് യൂസ് ചെയ്തത്. ഓക്കെ ആണല്ലോ, റെഡി ആണല്ലോ. ഓക്കെ, സെറ്റ്. അങ്ങനെ അടുത്ത ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്, വളരെ ഇമ്പോർട്ടൻറ്റ്. ഒരുവിധം ആൾക്കാരുടെയൊക്കെ എഡ്യൂക്കേഷൻ നമുക്ക് കൊടുക്കാറുണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് ഓർമ്മിച്ച് വെച്ചോ. എന്തൊക്കെയാണ്, ഹി കംപ്ലീറ്റഡ് ഡാഷ് ഫ്രം ഡാഷ് ഇൻ ഡാഷ്. ഇത് എവിടെ യൂസ് ചെയ്യണമെന്ന് നോക്കിക്കോ. അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ആണ്, സെന്റ് ജോസഫ് കോളേജിൽ നിന്നാണ് അവർ എന്താക്കിയുള്ളത്, അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1954. ഹി കംപ്ലീറ്റഡ് ഹിസ് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്. അദ്ദേഹത്തിന്റെ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു. നോക്കിക്കോ, ഹി കംപ്ലീറ്റഡ്. ഹീക്ക് പകരം നമുക്ക് വേറൊരു ലേഡീൻ്റെതാണെങ്കിൽ, ഒരു വുമൻ്റെതാണെങ്കിൽ എന്താക്കാം, ഷീ കൊടുക്കാം. ഓക്കെ, ഹി കംപ്ലീറ്റഡ് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രം. ഓക്കെ, അവിടെ എന്താണ് ഫ്രം, എവിടുന്നാ കംപ്ലീറ്റ് ചെയ്തത്, സെന്റ് ജോസഫ് കോളേജ് തിരുച്ചിറപ്പള്ളി. ഇൻ, ഇവിടെ എന്താണ് ഇൻ, ഈ ഇന്നാണ് നമുക്ക് ഇവിടെ എത്തിയുള്ളത് 1954. ഓക്കെ, റെഡി ആണല്ലോ. ഈ ഒരു സെഗ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താക്കാം, ആരുടെ വേണമെങ്കിലും എഡ്യൂക്കേഷൻ ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ എഴുതാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ്, എല്ലാവർക്കും മിക്ക ആൾക്കാരും അവർക്ക് എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബുക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വർക്ക്സോ ബുക്സോ ഫിലിംസോ എന്താണെങ്കിലും ഹിസ് ഫേമസ് വർക്ക്സ് ആർ അങ്ങ് എഴുതി കൊടുത്താൽ മതി. ഹിസ് ഫേമസ് വർക്ക്സ് ആർ, ഇതാണ് ആ ഒരു പോയിന്റ്. ഹിസ് ഫേമസ് വർക്ക്സ് ആർ എന്ന് എഴുതി കൊടുത്തിട്ട് ഇത് പറ്റും. വിങ്സ് ഓഫ് ഫയർ ഉണ്ട്, ഇന്ത്യ 2020 ഉണ്ട്, ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ഉണ്ട്. എങ്ങനെ എഴുതാൻ പറ്റും, ഹിസ് ഫേമസ് വർക്ക്സ് ആർ വിങ്സ് ഓഫ് ഫയർ. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ ഏതൊക്കെയാണ്, വിങ്സ് ഓഫ് ഫയർ, കോമിറ്റഡ് ഇന്ത്യ 2020 ആൻഡ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഫേമസ് വർക്ക്. ആൻഡ് ഉറപ്പായിട്ടും ഒരുവിധം ആൾക്കാർക്കൊക്കെ എന്ത് കിട്ടിയിട്ടുണ്ടാവും, അവാർഡ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിങ് ഡാഷ് ഡാഷ് ഡാഷ്. അദ്ദേഹത്തിന് ധാരാളം അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് എന്ന് വെച്ച് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈവൻ നമ്മുടെ പ്രൊഫൈൽ നമ്മുടെ ഹിൻസിൽ തന്നിട്ടുണ്ടാവുക 1-2 അവാർഡുകളായിരിക്കും, അല്ലെങ്കിൽ ഒരു അവാർഡായിരിക്കും. പക്ഷേ ഇങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുറച്ചുകൂടി ഉഷാറാക്കി പറയാണ്, അദ്ദേഹത്തിന് കുറേ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഡാഷ് ഡാഷ് ഡാഷ്. ഓക്കെ, ഫേമസ് ആയിട്ടുള്ള മാത്രം നമ്മൾ എഴുതുന്നു. അവാർഡ് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട് 1951, ഭരത് രത്ന കിട്ടിയിട്ടുണ്ട് 1997, പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട് 1999. ഇതെങ്ങനെ എഴുതും, ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിങ്, അതാണ് നമ്മളെ പോയിന്റ്. ഓക്കെ, പത്മഭൂഷൺ ഇൻ 1981, ഭാരത് രത്ന ഇൻ 1997, പത്മവിഭൂഷൺ ഇൻ 1990. ഇങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റും. ആൻഡ് അവസാനം ഉറപ്പായിട്ടുണ്ടാവുന്ന സംഭവമാണ് ഡെത്ത്സ്. പിന്നെ ഒരു കാര്യം, പാസ്റ്റ് ടെൻസിലാണ് മൊത്തം എഴുതാറുള്ളത്, പാസ്റ്റ് ടെൻസിലാണ് പ്രൊഫൈൽ ചെയ്ത് കേട്ടോ. ഓക്കെ, റെഡി. ഡെത്ത്, മരിച്ചു, അദ്ദേഹം പാസ്ഡ് അവേ. മരിച്ചു എന്നതിനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് കുറച്ചുകൂടി എന്താ പറയുക, അത്ര മോശമല്ലാത്ത രീതിയിൽ നന്നാക്കി പറയുന്നതാണ് പാസ്ഡ് അവേ. അതും നമ്മൾ പറഞ്ഞ പോലെ ഓണും പറ്റും ഇന്നും പറ്റും. കറക്റ്റ് ഡേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഡേറ്റും മന്തും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ഓൺ. ഇനി അതല്ല, നമുക്ക് ആ വർഷം മാത്രമാണ് കൊടുത്തതെങ്കിൽ നമുക്ക് ഇന്ന് യൂസ് ചെയ്താൽ മതി. നോക്കണ്ടോ, ഹി പാസ്ഡ് അവേ ഓൺ 7th June 2000, അല്ലെങ്കിൽ ഹി പാസ്ഡ് അവേ ഇൻ 2000. ഇങ്ങനെ കൊടുത്താൽ മതി. റെഡി ആണല്ലോ. ഇത് വെച്ചിട്ട് നമുക്ക് എന്താക്കാം, നമുക്ക് ഇദ്ദേഹത്തിന്റെ ഇതൊന്ന് എഴുതി നോക്കാം. ഓക്കെ, ഹി പാസ്ഡ് അവേ ഓൺ. ഓക്കെ, ഇത് ഓൾറെഡി ഇതിലുണ്ട്, പിന്നെ എന്തിനാ കോപ്പി അടിക്കുന്നത്. യെസ്, ഹി പാസ്ഡ് അവേ
on 27 July 2015 in Shillong, Meghalaya. ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ he passed away on 27 ഓക്കെ, ഇത് കണ്ടോ, ഓൺ തന്നെ കൊടുത്തു, ഇൻ ഷില്ലോങ് മേഘാലയ. ഓക്കെ, രണ്ട് രീതിയിലും നമുക്ക് പറയാൻ പറ്റും. ഹി ഡൈഡ് ഓണും നമുക്ക് എന്താക്കാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേ ഹി പാസ്ഡ് അവേ എന്ന് തന്നെയാണ്. ഇത്തരം ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് രൂപത്തിലേക്ക് നമുക്ക് എഴുതാൻ പറ്റും. ബെറ്റർ ഹി പാസ്ഡ് അവേ. ഓക്കെ, റെഡി ആണല്ലോ, ക്ലിയർ ആണല്ലോ. ആൻഡ് നമുക്ക് ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് എന്താക്കാം, ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. നോക്കാം. The following information is about the famous person Dr. APJ Abdul Kalam. Prepare a profile of him. ഇങ്ങനെയൊക്കെ ആയിരിക്കും. പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് ഡാഷ് പേഴ്സൺ എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. എന്നിട്ട് ഇത്രയും ഹിൻസ് തരും. ബർത്ത് ഡീറ്റെയിൽസ്, പാരൻസിൻ്റെ പേര്, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ വർക്ക്സ്, അവാർഡ്സ്, ഡെത്ത്സ്, ഇത്രയും ഡീറ്റെയിൽസ് ആയിരിക്കും തരിക. ഈവൻ ഡെത്ത്സിൻ്റെ ഒക്കെ സ്ഥലവും തന്നിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ ചെയ്തെന്ന് നമുക്ക് നോക്കാം. യെസ്, ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ പേര് അങ്ങോട്ട് എഴുതി കൊടുക്കുക. ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് എഴുതി കൊടുക്കുക. പിന്നെ ഒരു കാര്യം, പാസ്റ്റ് ടെൻസിലാണ് ഇതൊക്കെ ഉള്ളത്. ഹി കംപ്ലീറ്റഡ്, ഹി വാസ്, അങ്ങനെയൊക്കെയാണ് കൊടുത്തത്. അതുപോലെ തന്നെ ഹി കംപ്ലീറ്റഡ് ആൻഡ് വർക്ക്സ് ആർ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സുകളായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇനി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട സംഭവങ്ങൾ, നമ്മളെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ട സംഭവങ്ങളാണ്. എന്താണ്? ഹിസ് പാരൻസ് വേർ, അതുപോലെ തന്നെ ഹി കംപ്ലീറ്റഡ് എന്ന് കൊടുക്കുക. ആൻഡ് അതുപോലെ തന്നെ യെസ് മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗ്, അത് മാത്രമല്ല ഹിസ് ഫേമസ് വർക്ക്സ് ആർ, അത് മാത്രമല്ല ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിങ് ആൻഡ് ഹി ഡൈഡ് ഓൺ അല്ലെങ്കിൽ പാസ്ഡ് അവേ. ഇത്രയും പോയിന്റ്സുകൾ നിങ്ങൾ മൈൻഡിലുണ്ടെങ്കിൽ ഏതൊരു പ്രൊഫൈൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നോക്കിക്കോ. ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് ബോൺ ഓൺ 15th October 1931. അന്നാണ് അദ്ദേഹം ജനിച്ചത്. ഇൻ രാമേശ്വരം, കണ്ടോ ഇവിടെ ഇൻ രാമേശ്വരം. ഓക്കെ, ആൻഡ് ഓൺ എന്ന് കൊടുത്തിട്ടുണ്ട്, കാരണം അവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലാണ്. ഹിസ് പാരൻസ് വർ ജേർണൽ അബ്ദീൻ ആൻഡ് ആഷിമ. ഹി കംപ്ലീറ്റഡ് ഹിസ് ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രം സെന്റ് ജോസഫ് കോളേജ് തിരുച്ചിറപ്പള്ളി ഇൻ 1954 അദ്ദേഹം അവിടെ നിന്നാണ് ആ ഒരു ബാച്ചലർ ഡിഗ്രി കഴിഞ്ഞത്. ആൻഡ് കംപ്ലീറ്റഡ് ഹിസ് മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രം മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് അവർ മാസ്റ്റർ, അതായത് ഡിഗ്രി PG കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹിസ് ഫേമസ് വർക്ക്സ് ആർ വിങ്സ് ഓഫ് ഫയർ ആണ്, ഇന്ത്യ 2020, ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, എക്സെട്ര. ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിംഗ് പത്മഭൂഷൺ, കുറേ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാ? പത്മഭൂഷൺ, അതുപോലെ തന്നെ പത്മഭൂഷൺ, അതുപോലെ തന്നെ ഭരത് രത്ന. അതുപോലെ തന്നെ ഹി പാസ്ഡ് അവേ ഓൺ അല്ലെങ്കിൽ ഡൈഡ് ഓൺ 27 July 2015 ഷില്ലോങ് മേഘാലയ. ഇൻ ഷില്ലോങ് മേഘാലയ. ഓക്കെ, റെഡിയാണല്ലോ. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഏതൊരു പ്രൊഫൈൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ എക്സാക്റ്റ് ഫ്രണ്ട്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ ഫ്രണ്ട്സിലേക്കോ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊക്കെ ഇത് എന്താക്കട്ടെ, അവരുടെ ഇനി വരുന്ന എക്സാമുകളിലും അല്ലാതെയൊക്കെ യൂസ് ചെയ്യട്ടെ, സെറ്റ് ആവട്ടെ. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, it's a bye. You can call me Chedi. It's me Jamshad. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Let's see another video with another session. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. ബൈ. താങ്ക് യു.